അങ്ങനെ എത്ര പ്രക്ഷോഭങ്ങൾ, വർഗ സമരങ്ങൾ, പട്ടിണി മരണങ്ങൾ. നമ്മുടെ പാർട്ടി പ്രവർത്തിക്കുന്നത് തന്നെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. തകച്ചേട്ടാ കടുപ്പത്തിലൊരു ചായ. എന്താ ഇലക്ഷൻ ചൂട്. ഇത് കഴിയുമ്പോഴേക്കും ചില ആൾക്കാരൊക്കെ ഒന്ന് വിയർക്കും. അത് ശരിയാ, വിയർക്കും. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ പോലെ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ നിസാര വോട്ടിനാണ് ഞാൻ നിന്നോട് തോറ്റത് കേട്ടാ. നിസ്സാര വോട്ടേ നിങ്ങൾക്ക് കിട്ടിയുള്ളു. ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങ് വീട്ടില്. ഇവിടെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും, നിങ്ങൾ തോറ്റ മെമ്പറും. കഴിക്കുമോനെ, പരിപ്പ് കഴിക്കും. തങ്കച്ചേട്ടാ ചായ വേണ്ട. പ്രമോദേ എന്താടാ നീ പാർട്ടി മാറിയാ? എന്തോന്ന്? മിക്കവാറും അവരെടുത്ത് മാറ്റും. എടാ നിന്റെ കണ്ണെന്തോടാ കുരുവാ? കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിട്ട് അതേ വെള്ളമാടാ ഇത്. പക്ഷെ ഇത് വെള്ളയല്ല, പിന്നെ മഞ്ഞല്ല, പക്ഷെ വെള്ളയല്ല. എടീ എന്റെ രാഷ്ട്രീയഭാവം നശിപ്പിക്കാൻ വേണ്ടിട്ട് നീ എന്റെ ഷർട്ടിലെ കളർ മുഖ്യമല്ലേ? പിന്നെ വഴക്കുണ്ടാക്കല്ലേ. ഇത് പ്രിയയുടെ പ്രശ്നമൊന്നും അല്ല. പിന്നെ ആരുടെ പ്രശ്നം? പ്രിയ ഈ ഷർട്ട് കാണുന്ന വീട്ടിലെ വെള്ളത്തിലാണോ? പിന്നെ ഗംഗാജലം ഉപയോഗിച്ച് കഴുകാൻ പറ്റുമോ? അതല്ല പ്രിയേ, നമ്മുടെ വീടുകളിലെ വെള്ളത്തിന് അയൺ കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് ഇതുപോലെ ലൈറ്റ് കളർ ഷർട്ട് കഴുകുമ്പോ മങ്ങും. എന്നൊരു കോമ്പടിയുണ്ട്. വാ സോപ്പ് പൊടി. തുള്ളിനീല് അല്ലടോ, വാടോ. പിന്നെ എന്തോന്ന്? ഇതാണ് സാധനം. ദുബൈ റിച്ചൂസ്. ഇത് പുതിയ കമ്പനിയാണോടാ? ഇത് 33 വർഷത്തെ പാരമ്പര്യമുള്ള കമ്പനിയാണ്. ഓ, 33 വർഷം പാരമ്പര്യം. എടാ ഇത് ഇവിടെ വെച്ചതിന് ശേഷം ഇല്ലേ, ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. അപ്പൊ കറണ്ട് ബില്ലൊക്കെ ഒരുപാട് ആകുമായിരിക്കും അല്ലേ? ഇതിവിടെ വന്നാൽ എന്ത് ചെയ്യാനാണ്? ഇതിന് കറണ്ടേ വേണ്ട. എന്നാ മെയിൻ്റെനൻസ് കൂടുതലായിരിക്കും. അതും ഇല്ല, ആകപ്പാടുള്ളൊരു ബാക്ക് വാഷാണ്. അതും പ്രസിഡന്റ് ചെയ്യുന്ന കേസേ ഉള്ളൂ. ഇതാണ് അതിലേക്ക് കയറി പോകുന്ന വെള്ളം. ഇത് ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളം. അപ്പൊ ഇത് കുടിവെള്ളമായിട്ടൊക്കെ ഉപയോഗിക്കാവോ? കുളിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സേഫാണ്. മേടിക്കാം. ഇപ്പൊ നല്ല വൈറ്റായി. പക്ഷെ ഇലക്ഷന് തോക്കും. തോക്കും.